2017 ജൂൺ മാസത്തിലാണ് തിരുവനന്തപുരം സിറ്റിയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നന്തങ്കോട് ബെയിൻസ് കോമ്പൗണ്ടിലുള്ള ഒരു വീട്ടിൽ 4 പേരെ കൊലപ്പെടുത്തിയ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു. 2017 ഏപ്രിൽ 9-ാം തീയതി ഏർലി മോർണിംഗോട് കൂടിയിട്ട് ഒരു വീട് തീ പിടിക്കുന്നതായിട്ട് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുകയും ഫയർഫോഴ്സിൻ്റെ സേവനം ഉടനടി ആവശ്യപ്പെട്ട് പോലീസ് പാർട്ടി അവിടെ ചെന്നപ്പോൾ ആ വീട് നന്നായിട്ട് കത്തുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് ആൾക്കാരുണ്ടാകും എന്ന് കരുതി പോലീസും ഫയർഫോഴ്സും തീ അണയ്ക്കുന്നതിനും പിന്നെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയെങ്കിലും ജീവനോടെ ആരെയും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ 3ഓളം ശരീരങ്ങൾ കത്തിക്കരിഞ്ഞ അവസ്ഥയിലും ഒരു ശരീരം ബാത്റൂമിനകത്ത് ഒരു കറുത്ത ബാഗിനകത്ത് കെട്ടി പെട്രോളുമായിട്ട് വച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ആ വീട്ടിലുള്ള എല്ലാവരും മരിച്ചിരിക്കാമെന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് നമ്മൾ വിചാരിച്ചുവെങ്കിലും ഈ ബാത്റൂമിലിരുന്ന് ബോഡി കണ്ടപ്പോൾ അത് സംശയകരമായൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് പരിസരവാസികളോടും പരിസരത്ത് താമസിക്കുന്ന ഒരു ബന്ധുവിനോടും ഒക്കെ അന്വേഷിച്ചപ്പോൾ അത് താമസിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതി അവരെ കേടൽ എന്ന് പറയുന്ന ആ വീട്ടിലെ അംഗം, അയാളെ കാണാനില്ല, അയാളവിടെ നിന്ന് പോയി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അന്വേഷണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലം പരിശോധിച്ചു. അന്നത്തെ ADGP എല്ലാം ലോ ആൻഡ് ഓർഡർ, അന്നത്തെ IG ആയിരുന്ന മനോജ് എബ്രഹാം സാർ, കമ്മീഷണർ സ്പർജൻ സാർ തുടങ്ങി എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്തുകയും വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ തന്നു. നമ്മൾ സീൻ ഗാർഡ് ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ പരിസരവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ ആ വീട്ടിലെ കേടൽ എന്ന് പറയുന്ന ആ പയ്യൻ അവിടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടായി. അവിടെ ബന്ധുവിനോട് ചോദിച്ചപ്പോൾ തലേ ദിവസമൊക്കെ അയാളുടെ കാലിൽ പെട്രോളിൻ്റെ ബേൺസ് കണ്ടു, മതിൽ ചാടി എന്നുള്ളൊരവസ്ഥ പറഞ്ഞു. അയാളവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്ഥലത്തുനിന്ന് കിട്ടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മഴു, മനുഷ്യ ശരീരം പോലെ കാണുന്ന ഒരു ഡമ്മി മുതലായ ഒട്ടനവധി തെളിവുകൾ സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടെടുത്തു. കിട്ടിയ മൊബൈലുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമൊക്കെ നമ്മൾ പരിശോധന നടത്തിയതിൽ കേടലിൻ്റെ ലൊക്കേഷനും മറ്റുമൊക്കെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിനനുസരിച്ചിട്ട് പോലീസ് ഊർജിതമായിട്ട് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണം തുടർന്ന് അന്നത്തെ കൻ്റോൺമെൻറ്റ് അസിസ്റ്റൻ്റ് കമ്മീഷണറും ഇപ്പോൾ കോഴിക്കോട് റൂറൽ SP ആയ K. ബൈജു സാറാണ് അന്വേഷണത്തിന് ചുമതല ഏറ്റെടുത്തത്. അതിൽ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു അത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് നമ്മൾ ശേഖരിച്ചു. അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം ഇത് കത്തിക്കാൻ ഉപയോഗിച്ച ഇന്ധനം വാങ്ങിയ സ്ഥലം കണ്ടെത്തി. അപ്പം ഈ കുറ്റകൃത്യത്തിന് ശേഷം നടന്ന എല്ലാ സാഹചര്യങ്ങളും വളരെ നന്നായിട്ട് നമുക്ക് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് തെളിവുകളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അന്വേഷണ സമയത്ത് ആൾക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ട് എന്നുള്ള ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിനും ഒക്കെ ഒരു ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും അന്വേഷണ സംഘം അത് ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി അത് റൂൾ ഔട്ട് ചെയ്യാനുണ്ടായി.
കൊലയ്ക്ക് മുമ്പും കൊലപാതകം നടത്തിയപ്പോഴും കൊലപാതകത്തിന് ശേഷവും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഒരു ആസൂത്രണം വളരെ നന്നായിട്ട് എല്ലാ തെളിവുകളും, ദൃക്സാക്ഷികളൊന്നുമില്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനായിട്ട് പ്രതി ഒരു ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. അതൊരു മാനസിക രോഗം ഉള്ള ഒരാളിന് ഇത്രയും വളരെ കാൽക്കുലേറ്റഡായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മെഡിക്കൽ വിദഗ്ധരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയും അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് ഇന്നേ ദിവസം ശിക്ഷ വിധിച്ചത്. ഈ കേസിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളിയും ഇതിൽ ദൃക്സാക്ഷികളില്ല എന്നുണ്ടായിരുന്നതും ഒരു വീട് മൊത്തം കത്തിയിട്ട് അതിലെ എല്ലാ മെമ്പേഴ്സും മരണപ്പെട്ടു പോയി എന്ന് ഒരു ധാരണ പരത്താൻ പ്രതിയുടെ ശ്രമവും ഒക്കെയാണ് നമുക്ക് ഇനിഷ്യൽ ചലഞ്ചായിട്ടുണ്ടായിരുന്നത്. സമയോചിതമായ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഇടപെടൽ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുന്നതിനും തെളിവുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് സഹായകരമായൊരു നിലയാണ് അന്നുണ്ടായത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കേസന്വേഷണം നടത്തുകയും തെളിവുകൾ, സാഹചര്യ തെളിവുകളെല്ലാം, അത് ശാസ്ത്രീയവും ഫോറൻസിക്കായിട്ടുള്ള തെളിവുകളും, ഫോറൻസിക് ഡോക്ടേഴ്സും സ്ഥലത്ത് വന്നിരുന്നു, സയൻറ്റിഫിക് എക്സാമിനേഷൻ, സയൻറ്റിഫിക് ടീം എല്ലാവരും സ്ഥലത്ത് വന്നു, ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് വന്നു, നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരെല്ലാം വന്നു. വളരെ നന്നായ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് തന്നു. അപ്പോൾ അതൊരു കേരള പോലീസിൻ്റെ ഒരു മികവുറ്റ ഒരു അന്വേഷണമായിട്ട് ഞങ്ങൾക്ക് അതിനെ മാറ്റാനായിട്ട് കഴിഞ്ഞു. അതിൽ കമ്പൈൻഡായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു അന്തിമ റിസൾട്ടാണ് ഇന്നേ ദിവസം ഉണ്ടായത്. പ്രതി എടുത്തിട്ടുള്ള ഡിഫെൻസീവ്, മാനസികാരോഗം മുതലായ എല്ലാ ഡിഫെൻസുകളും കോടതി തള്ളിക്കളഞ്ഞു. അതിലൊന്നും കഴമ്പില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞു. അന്വേഷണത്തിൽ പ്രധാനമായിട്ടും നമുക്ക് വന്ന ചലഞ്ച് എന്ന് പറയുന്നത്, ഈ പ്രതി തന്നെ ധാരാളം വീഡിയോസുകളൊക്കെ കണ്ട് ഇതിനൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി പ്രതി രൂപപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡമ്മി ഉണ്ടാക്കി അതിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മഴു ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങി, എന്നിട്ട് അത് വെട്ടിപ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വീഡിയോസും കസേരയിലിരുന്ന് ബാക്കിൽ തലയുടെ ബാക്കിൽ മഴ കൊണ്ട് വെട്ടി പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡമ്മിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ തീ കത്തുന്ന സമയത്ത് ഇതും ഒക്കെ കൂടെ കത്തിക്കാനായിട്ടുള്ള, ഇതും കൂടെ അതിൻ്റെ കൂടെ കത്തിയെങ്കിലും പൂർണ്ണമായിട്ടും ഇതൊന്നും കത്തി നശിക്കാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തെളിവിലേക്ക് ഉപകാരപ്രദമായത്. അപ്പോൾ ദുർമന്ത്രവാദം, ആസ്ട്രൽ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ് മുതലായ രീതിയിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, മൊത്തം തീയിട്ട് നശിപ്പിച്ച് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതെല്ലാം നമുക്ക് തരണം ചെയ്ത് കേസിൻ്റെ സാഹചര്യങ്ങൾ, പ്രതിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കി ഇലക്ട്രോണിക്സ് എവിഡൻസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും സയൻറ്റിഫിക് ഓഫീസേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട്, ഡോക്ടേഴ്സിൻ്റെയും പ്രത്യേകിച്ചിട്ട് ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ വെല്ലുവിളികൾ നമുക്ക് തരണം ചെയ്ത് ഈ കേസ് ഡിറ്റക്ഷൻ നടത്തി ഒരു കൺവിക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഈ കൊലപാതകം, ഈ കേടൽ നടത്തിയത് അയാളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും അയാൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അച്ഛനോടും അമ്മയോടുമൊക്കെ വളരെയധികം ദേഷ്യത്തിൽ പെരുമാറുകയും ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ പല സ്വഭാവ സവിശേഷതകളും ഇയാളിൽ ഒരു ദേഷ്യം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനോട് തോന്നിയിരിക്കുന്ന ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഉണ്ടെന്ന് അയാൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളോട് തോന്നിയ ദേഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ കൊലകളിലേക്ക് നയിച്ചൊരു ഘടകം. അതിന് വളരെ പ്രീ പ്ലാൻഡായിട്ട്, വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത്
ഓൺലൈൻ വഴി സാധനങ്ങളെല്ലാം കരസ്ഥമാക്കി. 5-ാം തീയതി രാവിലെ അമ്മയെ മുകളിലേക്ക് കൊണ്ടുവന്ന് താൻ പ്ലാൻ ചെയ്ത രീതിയിൽ കസേരയിലിരുത്തി പുറകിൽ നിന്ന് മഴു കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഉച്ചയ്ക്ക് ശേഷം സഹോദരിയെയും അച്ഛനെയും മുകളിലത്തെ മുറിയിലേക്ക് കയറ്റി അപ്രകാരം ചെയ്തിട്ട് ഒരു മുറിയിൽ തന്നെ ബോഡി സൂക്ഷിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇവർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയെ, അവർ അന്ധയായൊരു സ്ത്രീയാണ്, അവരെ വീടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെയും കൊന്നിട്ട് മറ്റൊരു മുറിയിലെ ബാത്റൂമിൽ ഒരു കറുത്ത പ്ലാസ്റ്റിക് ഇതിനകത്ത് കത്തിക്കാൻ പാകത്തിന് റെഡിയാക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് വരുന്നവരൊക്കെ അവർ പുറത്തു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇമ്പ്രഷൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യ പ്രാവശ്യം കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. കത്തിക്കാൻ പരാജയപ്പെട്ടത് കാരണമാണ് അയാളുടെ കാലിൽ ചെറിയ മുറിവുണ്ടായത്, ഒരു ബേൺസ് ഉണ്ടായത്. അത് അയൽവാസി ശ്രദ്ധിച്ചു. അപ്പോൾ പിറ്റേ ദിവസം കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മൊത്തത്തിൽ ആളിപ്പടർന്ന് അതിൻ്റെ ഫലമായിട്ടാണ് അയൽക്കാരും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇത് അറിയാനായിട്ട് ഇടയായത്.